ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചെടികളാണ് വന്നിട്ടുള്ളത്. 50 രൂപ മുതൽ 500 രൂപ വിലയുള്ള ചെടികളും നമുക്ക് ഈ വീഡിയോയിൽ ഉണ്ട്. ആവശ്യമുള്ള ചെടികൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള വെറൈറ്റി പ്ലാന്റ്സുകൾക്ക് എല്ലാം നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുവാണ്. പിന്നെ എല്ലാവരും വെറൈറ്റി നാടൻ റോസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാടൻ യെല്ലോ, അതുപോലെ തന്നെ പനീർ പിങ്ക്, പനീർ വൈറ്റ്, 7 ഡേയ്സ് റോസ്, ഇങ്ങനത്തെ 10 വെറൈറ്റി റോസുകൾ നമുക്കുണ്ട്. എല്ലാം കമ്പ് കുത്തി പിടിപ്പിക്കുന്നതാണ്, നമ്മൾ ചെയ്തെടുക്കുന്നതല്ല, എല്ലാം ലോഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ DTDC വഴി കൊറിയർ ആണ് ചെടികൾ അയക്കുന്നത്. ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോ നമ്മൾ അടുത്ത ആഴ്ചയാണ് ഈ ഓർഡർ എടുത്തിട്ട് അയച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് കോസ്മോസ് ആണ്. കോസ്മോസ് സാധാരണ മാങ്ങാനാറി എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ യെല്ലോ അല്ലേ കോമൺ ആയിട്ടുള്ളത്, അതിൻ്റെ വൈറ്റ്, വയലറ്റ്, ഇങ്ങനത്തെ കളറുകളൊക്കെയാണ് ഇപ്പം നമുക്ക് ഉള്ളത്. ഇതൊരു പ്ലാന്റിന് 85 രൂപയാണ്. 4 കളറ് വരെ നമുക്ക് എടുക്കാനുണ്ട്. ഇത് വിത്തുകൾ ഇതിനകത്ത് വരും. നമ്മൾ സാധാരണ ബന്ദിയിലൊക്കെ വരുന്ന പോലെ വിത്തുകൾ പാകി നമുക്ക് അടുത്ത തൈകളാക്കി എടുക്കാം. ഈ കളറുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല, വെറൈറ്റി കളറുകൾ. അടുത്ത നമുക്ക് ലെമൺ വൈനാണ് കേട്ടോ. നല്ല മണമാണ് ഈ ചെടി. കുറ്റിച്ചെടിയായിട്ടും ഒരു സെമി ക്രീപ്പറായിട്ടും നമുക്ക് ചുറ്റിയെടുത്ത് വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഒരു ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലവറിന് അപാര മണമാണ്. ഇങ്ങനെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. പൂത്തതിന് ശേഷം ഇതിനകത്തൊരു നാരങ്ങ പോലെ വരും. അത് പഴുത്ത് കഴിയുമ്പോൾ ഓറഞ്ച് കളറിൽ നിൽക്കും. അത് പൂക്കളെ ഇങ്ങനെയല്ല കളർ വരുന്നത്, തനി ഓറഞ്ച് കളർ വരും. പൂക്കളെക്കാട്ടിലും ഭംഗിയാണ് നമുക്ക് അതിൻ്റെ നാരങ്ങ തന്നെ കാണാൻ. നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്. പ്ലാന്റ് സൈസിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മാൻഡിവില്ല യെല്ലോ ആണ് കേട്ടോ. ഓൾ സീസൺ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല ചെടി. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ വലിപ്പമുള്ള ചെടികൾ നമുക്കുണ്ട്. 100 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത നമുക്ക് മന്ദാരമാണ്. മന്ദാരത്തിൻ്റെ ഈ ഒരു കളർ വെറൈറ്റി ആയിട്ടാണ് നമുക്ക് ഈ പർപ്പിൾ കളർ കിട്ടുന്നത്. പിന്നെ യെല്ലോ ഉണ്ട്, 3 കളർ നമുക്കുണ്ട്. പിന്നെ വൈറ്റ് കോമൺ ആയിട്ട് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ 3 കളറാണ് നമുക്കിപ്പം മന്ദാരത്തിൻ്റെ ഉള്ളത്. ഇതാണ് നമ്മുടെ മന്ദാരത്തിൻ്റെ പ്ലാന്റ് സൈസ്. ഇത് വയലറ്റ്, ആ പർപ്പിൾ പോലെ വരുന്ന കളറ് റെയറാണ്. അതിന് 150 രൂപ. വൈറ്റിന് നമുക്ക് 125 രൂപ, യെല്ലോയ്ക്ക് 125 രൂപ. അടുത്തത് നമുക്ക് ഒരു നാടൻ ഓൺ റോട്ടറി റോസിൻ്റെ കോംബോ ആണ്. 7 ഡേയ്സ് റോസ് മുതൽ പനീർ റോസ് വൈറ്റ് വരെയുള്ള വെറൈറ്റി കളറുകളാണ്. നമ്മൾ കളറുകളെല്ലാം ഇതിനകത്ത് കാണിക്കാം. റോസ് ഏതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതും കാണിക്കാം. കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട്, സെപ്പറേറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കളർ പ്ലാന്റ്സ് ഏതാണെന്ന് ഇപ്പോൾ കാണിക്കാം. ഈ നമ്മൾ റോസിൻ്റെ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 7 ഡേയ്സ് റോസ്. 7 ഡേയ്സ് റോസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവറും ഇതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് പനീർ റോസ് ഉണ്ട്. പനീർ റോസ് അറിയാമല്ലോ, ഇതുപോലത്തെ വലിയ ഫ്ലവർ ഉള്ളത്. പിന്നെ നമുക്ക് പട്ട് റോസ് ഉണ്ട്. പട്ട് റോസ് ഇതാണ്. പിന്നെ നമുക്കുള്ളത് ഇത് പനീർ വൈറ്റ് ആണ് കേട്ടോ. പനീർ വൈറ്റ് റോസ് ഇതാണ്. അടുത്ത നമുക്ക് നാടൻ യെല്ലോ റോസ്, യെല്ലോ ഫ്ലവറിലുള്ള റോസ് ഇതുപോലത്തെയാണ്. പിന്നെ കാശ്മീരി റെഡ് ഇതുപോലത്തെയാണ്. ഇത് നമ്മുടെ എലിസബത്ത് റോസ്, കൊലയായിട്ട് പൂക്കും. ഇത് കിർക്കി മജന്ത, അതുപോലെ കിർക്കി റോസിൻ്റെ പീച്ച്. പിന്നെ നമ്മുടെ 10ാമത്തേന്ന് പറയുന്നത് ക്രീപ്പർ റോസിൻ്റെ വലിയ ഫ്ലവർ ഉള്ളത്. ഇങ്ങനെയാണ് 10 കളർ നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഇത് കൊടുക്കുന്നത് കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാം. കോംബോ ആകുമ്പം 10 കളറിന് ഒരു കോംബോ 850 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജുമാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഒരു പ്ലാന്റിന് 90 രൂപ ആയിരിക്കും. കോംബോയുടെ പ്രൈസ് അല്ല. അപ്പോൾ ഇതുപോലത്തെ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. എല്ലാം നല്ല റൂട്ടുള്ള ഓൺ റൂട്ടഡ് റോസുകളാണ്. നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള ലോഡുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. റോസുകളൊക്കെ ഒടിച്ച് വെച്ച് കുത്തി കിളിപ്പിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നാടൻ റോസുകളാണ്. ഇതൊക്കെ നമ്മുടെ കുറച്ച് ഹൈറ്റിൽ വന്ന് നമുക്ക് ഇഷ്ടാനുസരണം വിട്ട് നല്ല ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന നാടൻ റോസുകളാണ് ഈ ടൈപ്പൊക്കെ ഉള്ളത്. അതുപോലെ ആസ്ട്രസ് ചെടിയുണ്ട്. നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല, ഒരു 4 കളറോളം ഉണ്ട്.
ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന് നമുക്ക് 75 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഒരു 3 കളറ് 4 കളറൊക്കെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും. വയലറ്റ്, മജന്ത, പിങ്ക്, വൈറ്റ് ഇങ്ങനെ വരുന്ന 4 കളറോളം നമുക്കുണ്ട്. അടുത്ത നമുക്ക് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ല എന്ന് പറയുന്നത് ഭയങ്കര മണമുള്ളൊരു ചെടിയാണ്. നിറഞ്ഞു പൂക്കും, വർഷത്തിലൊരിക്കലേ പൂക്കത്തുള്ളൂ. ഭയങ്കര സുഗന്ധമാണ്. തേനീച്ചകളും വണ്ടുകളും ഒക്കെ വരുന്നതാണ്. ഇനി മണിമുല്ല പൂക്കുന്ന സീസണാണ്. ഇനി 1 മാസം കൂടെ കഴിയുമ്പോഴും. അപ്പം ഇനി മണിമുല്ല വസന്തമാണ് നമുക്കുള്ളത്. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. നേരത്തെ നമ്മൾ 90 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട്, 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത നമുക്ക് ഒറിജിനൽ പാരിജാതം. നമ്മുടെ ഒറിജിനൽ പാരിജാതം നാട്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത്. ഇതിന് നമുക്ക് 130 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് റെഡ് മുസാണ്ടയാണ് കേട്ടോ. റെഡ് മുസാണ്ട എന്ന് പറയുമ്പോൾ മുസാണ്ട 2 തരമുണ്ട്. ഡബിൾ പെറ്റൽസും ഉണ്ട്, സിംഗിൾ പെറ്റൽസും ഉണ്ട്. നമുക്ക് 2 കളറുണ്ട്, വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പോൾ റെഡ് കളറിലുള്ള ഡബിൾ പെറ്റൽസ് മുസാണ്ട ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് നമുക്ക് പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് നമുക്ക് 130 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ മുസാണ്ട ഡബിൾ പെറ്റൽസ് വൈറ്റും ഉണ്ട്. മുസാണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നല്ല ബുഷിയായിട്ട് കിളിക്കുന്നതാണ് നമ്മുടെ ഈ മുസാണ്ട ചെടി. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് നമുക്കുണ്ട്. വൈറ്റിന് നമുക്ക് 90 രൂപയാണ്. ഇത് തന്നെയാണ് നമ്മുടെ മുസാണ്ട വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ്. അപ്പം 2 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. അടുത്ത നമ്മുടെ കോംബ്രേറ്റിയം കൊക്കേനിയം എന്ന് പറയുന്നൊരു ചെടിയാണ്. ഒരു പൗഡർ പഫ് പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമുക്ക് വെട്ടിവിട്ട് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ കോംബ്രേറ്റിയം കൊക്കേനിയം. അത് നമുക്ക് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്കൊരു ക്രീപ്പർ ചെടിയാണ് ഗാർലിക് വെയിൻ. ഇതിന് വെളുത്തുള്ളിയുടെ മണം ഉള്ളതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 60 രൂപയാണ്. അതുപോലെ ആകാശവെള്ളരി അടുത്തത്. ഇതെന്തോ ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ് കേട്ടോ. ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഇലകൾ തന്നെയാണ് പൂക്കളായിട്ട് വരുന്നത്. വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു ചെടിയാണ്. സാധാരണ ചുറ്റി പടർന്ന് മുകളിലോട്ട് പോകുന്നൊരു ചെടിയല്ല. ഇങ്ങനെ പൂക്കളായി താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതിൻ്റെ ആദ്യം വരുന്ന ഇലയെന്ന് പറയുന്നത് ഈ മഞ്ഞ ഫ്ലവറായിട്ടാണ് വരുന്നത്. ഈ ഫ്ലവർ വിരിഞ്ഞാണ് പച്ച ഇലയായിട്ട് മാറുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കർട്ടൻ തൂക്കിയിടത്തില്ലേ, അതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൂത്ത് കിടക്കും. അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് വൈറ്റ് ചെമ്പരത്തിയാണ് അടുക്ക്. പ്ലാന്റ് സൈസ് ഇതാണ്. ചെറിയ പ്ലാന്റാണ്, ഒത്തിരി വലിപ്പമല്ല. നമ്മൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ ഒത്തിരി തോന്നും. 150 രൂപയാണ്. പിന്നെ നമുക്ക് ഈ വയലറ്റ് ചെമ്പരത്തിക്ക് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് കോറൽ വെയിൻ എന്ന് പറയുന്ന ചെടിയുണ്ട്. 2 കളർ. ഇതാണ് വൈറ്റും ഉണ്ട്, നമുക്ക് പിങ്കും ഉണ്ട്. ഇത് വൈറ്റും പിങ്കുമാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് നമുക്ക് ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. കോറൽ വെയിൻ്റെ ചെടികൾക്ക് അധികം കട്ടി ഉണ്ടാവില്ല, അങ്ങ് തീരെ വള്ളി പോലാണ് വരുന്നത്. നമ്മൾ പ്ലാന്റ് സൈസ് എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. ഇനി നമുക്കൊരു വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. അടുത്ത നമ്മുടെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി പ്ലാന്റ് ആണ്. നേരത്തെ നമുക്ക് വന്ന് ചെടികൾ ചീത്തയായി പോയായിരുന്നു, നമ്മൾ അയച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. 125 രൂപയാണ് ബ്ലാക്ക്ബെറിയുടെ റേറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് വേറൊരു ഇതാണ് പ്ലാന്റ് സൈസ്. മിൻസ്റ്ററി ചെറി എന്ന് പറയുന്ന ഒരു ചെറിയുണ്ട്. ഇതാണത്. അതിൻ്റെ തൈകളാണ് നമുക്കിത് ഉള്ളത്. അപ്പം ഇതിന് നമുക്ക് 120 രൂപയാണ്. അടുത്ത നമുക്ക് സ്പ്ലാഷ് റെഡാണ്. ഒരു കുറ്റി പൂമര ചെടിയാണ് കേട്ടോ. നമ്മുടെ ജെയ്ഡ് വൈനെ പോലെ നല്ല ഫ്ലവറാണ് ഇതുപോലെ വരുന്നത്. ഇത് ക്രീപ്പർ പ്ലാന്റ് ഒന്നുമല്ല, ചെറിയൊരു പൂമരം പോലെ വരുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് 190 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പം ഇതുപോലത്തെ ചെടികൾ വീട്ടിൽ ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാർഫാലിയ. ഇതാണ് അതിൻ്റെ ഫ്ലവർ. നല്ല ഒരു കുറ്റിച്ചെടിയായിട്ട് വന്ന് നിറയെ ഇതുപോലെ എല്ലാ കമ്പിലും നിറയെ പൂക്കളുണ്ടാകുന്നതാണ് കാർഫാലിയ. ഇതിന് നമുക്ക് 490 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റെയർ പ്ലാന്റുകളാണ്, നമുക്ക് കുറച്ച് വെറൈറ്റികൾ ഉള്ളത് ഇതിനകത്ത്.
ഇന്ന് നമുക്ക് ഇത്രയും വെറൈറ്റി ചെടികളാണുള്ളത്. ഇതിൽ ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചെടിയുടെ പേര് എഴുതുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വാട്സപ്പിൽ വരിക. നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ തരും. ഇച്ചിരി ലേറ്റ് ആയാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴേന്നെയാണ് നോക്കി വരുന്നത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.